ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? കുറേ നാളായി ഇങ്ങനെ പറഞ്ഞിട്ട്. എന്തായാലും ഇന്ന് ഒരു റാൻഡം ആയിട്ടുള്ളൊരു ദിവസം, ഓക്കെ, ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ വന്നേക്കാണ്. പ്രസവരക്ഷയെ കുറിച്ച് സംസാരിക്കാൻ. ടൈറ്റിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുറേ നാളായിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. വേറൊന്നുമില്ല, നമ്മൾ Q&A ഇട്ടപ്പോഴും ആ ഒരു പോസ്റ്റ് നേറ്റൽ ട്രീറ്റ്മെന്റിന്റെ വീഡിയോ ഇട്ടപ്പോഴൊക്കെ കുറേ പേര് എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, എന്താണ് അഭിപ്രായം, പ്രസവരക്ഷ അത്യാവശ്യമാണോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു. Q&Aയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു എലാബറേറ്റ് വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ അതിനൊന്നും റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വീഡിയോ എടുക്കേണ്ട കാര്യം ഇങ്ങനെ നാളെ നീളെ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആൻഡ് ഐ വാസ് ഓൾസോ റിക്കവറിങ് ഫ്രം ഡെലിവറി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. എനിക്ക് ഉണ്ണിയുടെ കാര്യം നോക്കണം. അപ്പോൾ ഹേസു ഇപ്പോൾ പാലൊക്കെ കുടിച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഹോപ്പൊന്നും ഇല്ല ഈ വീഡിയോ എടുത്ത് തീർക്കാൻ പറ്റുമെന്ന്. പക്ഷെ എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് തുടങ്ങുകയാണ്. എത്ര ദിവസം എടുത്താണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ പോണേന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ഇത് കാണും ഓൺലൈനിൽ. ഓക്കെ, സോ നമുക്ക് അധികം സംസാരിച്ച സമയം കളയാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പ്രസവരക്ഷയെ കുറിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷണൽ മീനിങ് ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ അതിൽ വരുന്ന മരുന്നുകളുടെ ബെനിഫിറ്റ്സ്, ഇതൊന്നും അല്ല ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന ഇൻഫർമേഷൻ ആണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ഷോർട്ടായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, പ്രസവരക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്, എനിക്കത് ആവശ്യമായിട്ട് തോന്നിയോ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രസവരക്ഷ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്. ഒരു ഗ്രൂപ്പ്, അതായത് നമ്മുടെ അമ്മമാര്, അമ്മാമ്മമാര്, ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇത് വളരെ മാൻഡറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രസവരക്ഷ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുള്ളൂ. അതുപോലെ ഇത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവും. നമ്മൾ കിടക്കണം, 90 ദിവസം നമ്മൾ കിടക്കണം, അല്ലെങ്കിൽ നടുവേദന വരും, നടുവേദന തല്ലിക്കളഞ്ഞാൽ പോവില്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇതിനെ കോൺട്രഡിക്ടറി ആയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ ജനറേഷൻ, അതായത് നമ്മുടെ ഒരു ജനറേഷൻ ആൾക്കാരുണ്ട്. കാരണം ഫോറിനിലുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്തിട്ടല്ലോ ഹെൽത്തി ആയിട്ട് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ചെയ്യാണ്ട് ഹെൽത്തി ആയിട്ടുള്ള എന്തോരം സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഫിറ്റ് ആവാൻ നമുക്ക് ജിമ്മിൽ പോയാൽ പോരെ, അതുപോലെ കിടക്കാൻ പാടില്ല, എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. എനിക്ക് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരുന്നു പ്രസവരക്ഷയെക്കുറിച്ച് ഇത് ചെയ്യുന്നത് വരെ. കാരണം എനിക്കിത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിന് ഭയങ്കര ഒരു ലോങ് ടേം ഇഫക്റ്റ് ഒക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും ചെയ്യുമ്പോൾ നല്ലൊരു പ്രൊഫഷണൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം, ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളെക്കുറിച്ച് തന്നെ ചെയ്യിപ്പിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ ചെയ്തതും. അങ്ങനെ എന്നോട് പ്രസവരക്ഷയെക്കുറിച്ച് ഉള്ള ഒരു അഭിപ്രായം ഒരു ലൈനിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രസവരക്ഷ. എൻ്റെ ഒരു ഫിസിക്കൽ വെൽബീയിങ്, മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്ങിനെ വളരെ പോസിറ്റീവ് ആയിട്ട് ആണ് എൻ്റെ ഒരു പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് ഇമ്പാക്റ്റ് ചെയ്തത്. കാരണം നമ്മുടെ ആ ഒരു പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ഫേസ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഫിസിക്കലി നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. വേദനകളും, നടുവേദന, ഉറക്കമില്ലായ്മ, അങ്ങനത്തെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ മെൻ്റലി നമ്മൾ കുറേ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ബിക്കോസ് ഓഫ് ഓൾ ദ ഹോർമോൺ ഫ്ലക്ച്വേഷൻ ആൻഡ് എവറിത്തിങ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഒരു സെൽഫ് പാമ്പറിങ് സെഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ അതിൽ വരുന്ന മസാജും അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ബോഡിക്ക് വളരെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് തന്നത്. എൻ്റെ പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഏകദേശം ഒരു 10 days കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെ നമ്പർ 1 മിത്ത് എന്ന് പറയുന്നത് പ്രസവം കഴിഞ്ഞ ഉടനെ ഈ പറഞ്ഞ എണ്ണ തേച്ചുള്ള കുളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചപ്പോഴും എൻ്റെ ഈ ഒരു മസാജ് ചെയ്യുന്ന തെറപ്പിസ്റ്റിനോട് ചോദിച്ചപ്പോഴും രണ്ടുപേരും ഒരേപോലെ എനിക്ക് തന്നൊരു അഡ്വൈസ് എന്ന് പറയുന്നത് ഉടനെ തുടങ്ങണമെന്നില്ല, നമുക്ക് ഇത്തിരി ലേറ്റ് ആയിട്ടായാലും ഫിസിക്കലി റെഡി ആയി കഴിഞ്ഞ് നമുക്ക് തുടങ്ങിയാൽ മതി. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഇടാണ്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകണം. അതുകൊണ്ട് ഉടനെ തുടങ്ങേണ്ട ആവശ്യമില്ല എന്നായിരുന്നു എനിക്ക് കിട്ടിയൊരു അഡ്വൈസ്. അപ്പോൾ ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വരുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് പതുക്കെ നമുക്ക് ഈ എണ്ണ തേച്ചുള്ള കുളിയൊക്കെ തുടങ്ങിയാൽ മതി എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറായിരുന്നു. എന്നും കുളി തുടങ്ങിയില്ലേ എന്നുള്ളൊരു ചോദ്യം കാരണമുള്ള കോൺസ്റ്റൻറ്റ് പ്രഷർ കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇത്തിരി കൂടെ ലേറ്റായിട്ട് തുടങ്ങിയാൽ മതിയായിരുന്നു. കാരണം നാച്ചുറൽ ഡെലിവറി ആയിരുന്നെങ്കിലും എനിക്ക് എപ്പിസിയോട്ടമിയുടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഹീലൊക്കെ ആയി പതുക്കെ നമുക്ക് തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നും. അപ്പോൾ ഇത് പുറത്ത് ഡെലിവറി ചെയ്ത് വരുന്നവർക്ക് ഇതൊരു ഡൗട്ടാണ്, ഇനി ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് കൂടുതലും അവർ കേൾക്കണേ. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ വലിയ ലോജിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇത്തിരി ലേറ്റായിട്ടാണെങ്കിലും നാട്ടിൽ വന്ന്
സിറ്റുവേഷൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിലും എടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പ്രസവരക്ഷയുടെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഞാൻ എടുത്തിരുന്ന മരുന്നുകൾ, അതായത് ലേഹ്യം, അരിഷ്ടം, കഷായം, ഇതൊക്കെ അത്യാവശ്യമാണോ, ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്തു, ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പം മൊത്തത്തിൽ എനിക്ക് മനസ്സിലായത് ഇതെല്ലാം ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് പോസ്റ്റ്പാർട്ടം ഫേസിൽ പെട്ടെന്നൊരു ഡിപ്പാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒക്കെ വരുന്ന ഒരു ഫേസാണത്. അപ്പോൾ ഇതൊക്കെ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ആയിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ എല്ലാവരും എടുക്കണമെന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാം ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ കേസിൽ ഞാൻ എടുത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ധന്വന്തരത്തിൻ്റെ കഷായം, ജീരകാരിഷ്ടം, ചുക്കും ചക്കരയും, ഉള്ളി ലേഹ്യം, പൂക്കുല ലേഹ്യം, 2 ദിവസത്തേക്ക് കോഴിമരുന്ന്, പിന്നെ ആടിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ അമ്മ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിരുന്നു. ഇതിൽ അജമാംസ രസായനം ഞാൻ കഴിച്ചിട്ടില്ല. അതുപോലെ ഇടിമരുന്ന്, അങ്ങനത്തെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം എല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ല. അപ്പം നിങ്ങളുടെ കേസിലും എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഈ ഒരു ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ പഠിക്കുക, ഇതൊക്കെ ആവശ്യമാണെന്ന് നോക്കുക. അങ്ങനെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സിൽ മുന്നോട്ട് പോകാനേ ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. കാരണം എല്ലാം ഉണ്ണിക്കും വർക്കായി എന്ന് വരില്ല. ഇപ്പോൾ അവൾക്ക് ഗ്യാസിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ലേഹ്യമൊക്കെ ഒരു 3-4 ദിവസത്തേക്ക് നിർത്തി നോക്കി, അത് കാരണമാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കോഴിമരുന്ന് ഞാൻ പറഞ്ഞ പോലെ 7 ദിവസമൊക്കെ എടുക്കണം. പക്ഷെ ഞാൻ 2 ദിവസം കൊണ്ട് നിർത്തി. കാരണം എൻ്റെ അമ്മയുടെ പോസ്റ്റ്പാർട്ടം ഫേസിൽ കോഴിമരുന്ന് എടുത്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കും വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ 2 ദിവസം എടുത്ത് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് ഒരു ഇൻഫോംഡ് ചോയ്സ് എടുക്കുക എന്നുള്ളതാണ് മരുന്നുകളെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ മൊത്തത്തിൽ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് തന്നെയാണ്. ഇതിൽ ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എസ്പെഷ്യലി ഫസ്റ്റ് ടൈം മോംസിൻ്റെ ആ സമയത്ത് ഒരു പേടിയാണ്, പാല് കുറയൂ, പാല് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ടാവോ ഉണ്ണിക്ക് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് പാലുണ്ടാവാനെന്ന് പറഞ്ഞ് തരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടൊരു അഡ്വൈസാണ്, നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് മീലായിട്ട് തന്നെ നെയ്യിൽ ഉള്ളി മൂപ്പിച്ച് അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചോറൊക്കെ ഇട്ട് പുരട്ടി ഒരു പാത്രം നിറച്ച് ചോറ് നമ്മൾ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് മെയിനായിട്ട് പാലുണ്ടാവാനും നമ്മുടെ ഉള്ളിൽ ഉണക്കാവാനും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ മരുന്നിൻ്റെ എഫക്റ്റൊക്കെ പാലിലുണ്ടാവാതിരിക്കാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു ലോജിക്കും തോന്നുന്നില്ല. പക്ഷെ അന്ന് അമ്മ കഴിച്ചിട്ടില്ലെങ്കിലും ഈ അഡ്വൈസൊക്കെ കേട്ടിട്ട് അമ്മ എനിക്ക് കുറച്ച് നാൾ ഈ ഒരു കാര്യം തന്നിരുന്നു. പക്ഷേ ഒരു 3-4 ദിവസം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും കാർബോഹൈഡ്രേറ്റ് ഉള്ളിൽ ചെല്ലുമ്പോഴല്ല നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത്. നമ്മുടെ ബോഡി പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസിസിലാണ്. അതായത് എത്രത്തോളം നമ്മുടെ ബേബി നല്ലോണം ലാച്ച് ചെയ്ത് ഫീഡ് ചെയ്ത് നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയും തന്നെ മിൽക്ക് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ചെറുപയറായിക്കോട്ടെ, മുരിങ്ങയുടെ ഇല, അങ്ങനെ പാലുണ്ടാവാനാന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ക്വാളിറ്റീനെയാണ് എൻഹാൻസ് ചെയ്യുന്നത്. ഇതൊരു ലാക്ടേഷൻ കൺസൾട്ടൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടാണ് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. കാരണം നമ്മൾ ഈ പാലുണ്ടാവാനെന്ന് പറഞ്ഞ് കുറേ ഈ പറഞ്ഞ പോലത്തെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ആമാശയൊക്കെ വലുതായി ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കാണ്ട് വിശപ്പ് മാറാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇത്രയും നമ്മൾ ഫുഡൊക്കെ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലല്ല കൂടുക, വണ്ണാണ് കൂടുക. പിന്നെ നമുക്കൊരു തിരിഞ്ഞു നോട്ടമില്ല, വെച്ചടി കയറ്റായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാണ്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാലറീസ് ഇൻടേക്ക് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ള ഫുഡ്സ്, അതായത് വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, കാൽഷ്യം സോഴ്സസ്, പ്രോട്ടീൻ, റെഡ് മീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ നോക്കാനാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് 28 ഡേയ്സ് ആയിരുന്നെങ്കിലും ആദ്യത്തെ ഒരു 21 ഡേയ്സും ഹോം സർവീസ് ആണ് കേട്ടോ ഞാൻ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 7 ഡേയ്സിനാണ് ഞാൻ പാലാഴിയിലേക്ക് പോയത്. അപ്പോൾ ആദ്യത്തെ 21 ഡേയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് വഴി കിട്ടിയ ഒരു തെറപ്പിസ്റ്റിനെ ആയിരുന്നു ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നത്. പുള്ളിക്കാരുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇത്രയും കൂടെ കൺവീനിയൻ്റ് ആയിരുന്നു. മാത്രമല്ല ആൾ പ്രൊഫഷണലായിട്ട് ഇതുപോലെ ആയുർവേദിക് സെൻറ്റേഴ്സിലൊക്കെ പോസ്റ്റ് നേറ്റൽ കെയർ ചെയ്തിട്ടുള്ള എക്സ്പെർട്ടീസും മാത്രമല്ല ക്വാളിഫൈഡും കൂടെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ആളെ ഏൽപ്പിക്കാൻ തന്നെ. അപ്പോൾ
ഞങ്ങളുടെ ഒരു സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് കാലത്ത് 6:30-ക്കായിരുന്നു. 6 തൊട്ട് ഉണ്ണിയുടെയൊക്കെ ഒരു കുളിപ്പിക്കലൊക്കെ കഴിയുമ്പോൾ ഒരു 9 മണിയൊക്കെ ആവാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് 1-2 ദിവസമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചിലപ്പോൾ നമുക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല. ഉണ്ണിയുടെ ഫുൾ കരച്ചിൽ കാരണം ചിലപ്പോൾ 5 മണിക്കൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. എന്നാലും 6:30-ക്ക് എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിനോടുള്ളൊരു ഇഷ്ടം കാരണം എനിക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. മാത്രമല്ല നമ്മളപ്പോൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടും സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ റുട്ടീൻ ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. കാരണം അപ്പോൾ നമുക്ക് വിശപ്പിനേക്കാളും കൂടുതൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു റുട്ടീൻ ഇല്ലാണ്ട് ജീവിക്കേണ്ടി വരുമായിരുന്നേനെ. പക്ഷെ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് യൂസ് ടു സെറ്റ് ദ പേസ് ഫോർ ദ ഡേ. ഞങ്ങളുടെ ദിവസം ആ ഒരു 9 മണി 9:30 കൂടി തുടങ്ങും. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനും ഹേസും കൂടി നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എൻ്റെ ലൈഫിൽ കൊണ്ടൊരു റുട്ടീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. എൻ്റെ ട്രീറ്റ്മെൻറ്റിലുള്ള സർവീസസ് ഒക്കെ എന്തായിരുന്നു എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. ആദ്യമേ തന്നെ ഹെയർ ഓയിലിംഗ്, ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫേസ് പാക്ക്, ബോഡി മസാജ് ഈ പറയുന്ന പോലെ ഒരു 45 മിനിറ്റ്സിൻ്റെ ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സിൻ്റെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ബോഡി മസാജ് തന്നെയായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു വർക്കൗട്ട്, ഒരു ജിം വർക്കൗട്ടൊക്കെ ചെയ്തൊരു ഫീലിംഗ് ആണ്. അത്രയും ടയേർഡാവും നമ്മൾ. അത് കഴിയുമ്പോൾ ബോഡി പാക്ക്, ഫുഡ് മസാജ്, പിന്നെ വേദ് കുളി, പിന്നെ ഒരു 5.5 മീറ്റേഴ്സ് തുണി വെച്ച് നല്ല ടൈറ്റ് ആയിട്ടുള്ള സ്റ്റമക്ക് ബൈൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയർ ധൂപം, പിന്നെ ഒരു നെക്ക് മസാജും കൂടെ. ഇത്രയാണ് മദേഴ്സ് കെയറിൽ അവർ ചെയ്തിരുന്നത്. പിന്നെ ബേബി കെയറിൽ ഈ പറഞ്ഞ പോലെ ബേബീനെ ഓയിലിട്ടിട്ട് നല്ലപോലെ മസാജ് ചെയ്തിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുളിപ്പിച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ കവർ ചെയ്തിരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ അന്നുണ്ടായിരുന്നൊരു ഫിസിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ നിന്നൊക്കെ ഭയങ്കര ഒരു റിലീഫായിരുന്നു ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക്. അതുകൊണ്ടാണ് എനിക്കിതൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആവാനുള്ള കാരണം തന്നെ. അപ്പോൾ എൻ്റെ ഹോം സർവീസിൽ ഇത്രയും കാര്യങ്ങളായിരുന്നു ഞങ്ങൾ കവർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസിൽ തന്നെ നമ്മൾ കേൾക്കുന്ന വേറൊരു കാര്യമാണ് നമ്മൾ കിടക്കണം, കണ്ടിന്യൂസ് ബെഡ് റെസ്റ്റ് എടുക്കണം, 90 ഡേയ്സ് നമ്മൾ കിടന്നുകൊണ്ടേയിരിക്കണം, മലർന്ന് കിടക്കണം, അതുപോലെ സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ പാടില്ല, യൂട്രസിൻ്റെ പൊസിഷൻ മാറും. അപ്പോൾ ഈ പറയുന്നതൊക്കെ എനിക്കൊരു മിത്തായിട്ടാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഡോക്ടറോട് സംസാരിച്ചപ്പോഴും നമ്മൾ എത്രത്തോളം നമ്മൾ കിടന്നുകൊണ്ടേയിരിക്കുന്നു അത്രത്തോളം തന്നെ നമ്മുടെ മസിൽസും സ്റ്റിഫാവും. ആൻഡ് അത് നമ്മുടെ ബോഡിക്ക് ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം ബോഡി ഫ്ലെക്സിബിൾ ആക്കി വെക്കാൻ നോക്കുക, സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക. പിന്നെ ഈ ഒരു പോസ്റ്റ്പാർട്ടം ടൈമിൽ നമുക്ക് കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പോസ്റ്റ്പാർട്ടം വർക്കൗട്ട് എക്സസൈസസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദെം ആണ് ഡയഫ്രമാറ്റിക് ബ്രീതിങ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു പോസ്റ്റ്പാർട്ടം ഫേസിൽ മിക്ക അമ്മമാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡയസ്റ്റസിസ് റെക്റ്റായി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, വിച്ച് ഇസ് ദ സെപ്പറേഷൻ ഓഫ് അവർ അബ്ഡോമൻ മസിൽസ്. അപ്പോൾ അത് നമുക്ക് 3 ഫിംഗേഴ്സ് നമ്മുടെ ബെല്ലി ബട്ടൻ്റെ മുകളിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് മലർന്ന് കിടന്നിട്ട് നമ്മുടെ ബെല്ലി ബട്ടനെ ഒന്ന് നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഗ്യാപ്പ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഒരു 2 ഫിംഗർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഡയസ്റ്റസിസ് റെക്റ്റായി ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒത്തിരി കോർ എൻഗേജിങ് എക്സസൈസസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് നമുക്ക് ആ വർക്കൗട്ടൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ചെയ്ത് തുടങ്ങാം. അതുപോലെ നീ സ്ലൈഡിങ്, കീഗിൾ എക്സസൈസസ്, ഗ്ലൂട്ട് ബ്രിഡ്ജസ്, അങ്ങനത്തെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പോസ്റ്റ്പാർട്ടം എക്സസൈസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുക, സ്ട്രെച്ചിങ് ചെയ്യുക, മാക്സിമം നമ്മുടെ ബോഡീനെ ഫ്ലെക്സിബിൾ ആക്കി വെക്കാം റാദർ ദാൻ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കുക. കാരണം ഓഫ് കോഴ്സ് റെസ്റ്റ് ഇസ് നെസസറി ഫോർ റിക്കവറി. പക്ഷേ ഈ ഒരു സ്റ്റമക്ക് ബൈൻഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ആ ഒരു തെറപ്പിസ്റ്റ് ആയാലും എന്നോട് പറയുന്നത് മാക്സിമം ഒരു 3-4 മണിക്കൂർ ഇത് കെട്ടിവെച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഊരി നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതാണ് എനിക്ക് എക്സസൈസസിനെ കുറിച്ച് പറയാനുള്ളത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഡയറ്റും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കൂടെ നമ്മൾ ഇൻടേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. റാദർ ദാൻ ഇങ്ങനെ കുറേ കാർബോഹൈഡ്രേറ്റ് മാത്രം എടുക്കാണ്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ചൂസ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ഈ കണ്ടിന്യൂസ് കിടക്കരുതെന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. നമ്മൾ ഇൻറ്റൻസ് വർക്കൗട്ട് ചെയ്യണമെന്നോ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ
ചെറുതായിട്ടൊന്ന് ബോഡി ഫ്ലെക്സിബിൾ ആക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റ്പാർട്ടം എക്സസൈസസ് ഒക്കെ ചെയ്യുക. പ്രത്യേകമായിട്ട് ആബ് വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ബെല്ലി ഹാങ് ഒക്കെ ഒന്നും കൂടെ തൂങ്ങാനാണ് ചാൻസ് ആബ് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ. അതൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ഡയസ്റ്റസിസ് റെക്റ്റായി എന്ന് പറയുന്ന ഒരു കണ്ടീഷനൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങനത്തെ വർക്കൗട്ട്സിലോട്ടൊക്കെ കടക്കാൻ. ബൈൻഡിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, എന്നോട് എൻ്റെ തെറപ്പിസ്റ്റ് പറഞ്ഞത് ഈ വയറ് കെട്ടി വെച്ച് കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ വരെയെങ്കിലും വെച്ചാൽ മതി, അത് കഴിഞ്ഞാൽ നമുക്കത് ഊരിക്കളയാമെന്നാണ്. കാരണം എൻ്റെ കേസിൽ എനിക്കിത് കെട്ടി ഞാൻ കിടന്ന് തിരിയലും മറിയലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ലൂസാവും. അപ്പോൾ ഇത് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കെട്ടി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാനത് ഊരിക്കളയാറാണ് പതിവ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചൊരു 3 പീസ് സ്റ്റമക്ക് ബൈൻഡർ സെറ്റ് ഉണ്ടായിരുന്നു. അതിൽ 3 പീസസിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അതിൽ 2 പീസസ്, ഒരെണ്ണം ലോവർ ആബ്ഡമൻ കവർ ചെയ്യാനും മറ്റത് മുകളിലേക്കും, അങ്ങനെ 2 പീസസിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് ഞാൻ എപ്പോഴും ബൈൻഡ് ചെയ്ത് വെക്കാറുണ്ട് എൻ്റെ ഒരു വയറിൻ്റെ ഏരിയ. അപ്പോൾ സ്റ്റമക്ക് ബൈൻഡേഴ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ വയറ് കെട്ടി വെച്ചാൽ വയറ് കുറയോ എന്നോട് ചോദിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ ഒരു 6 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള വയറെപ്പോഴും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ വയറിൽ മാറ്റം തോന്നി. നല്ല പോലെ വയറ് ഉള്ളിലേക്ക് പോയി നല്ലപോലെ റിഡ്യൂസ് ആയ പോലെ തോന്നി. പക്ഷേ അത് ഈ വയറ് കെട്ടിവെച്ചതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് നമ്മുടെ ബോഡിയുടെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മുടെ യൂട്രസ് കൺട്രാക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഷ്രിങ്കായി വരിക എന്നുള്ളത്. ബട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന എക്സസൈസസ്, അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ്, ബ്രസ്റ്റ് ഫീഡിങ് എല്ലാം ക്യുമുലേറ്റീവ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് വയറ് കുറയാന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റമക്ക് ബൈൻഡിങ് വെച്ച് മാത്രം നമുക്ക് വയറ് കുറയ്ക്കാൻ പറ്റില്ല. ആൻഡ് സ്റ്റമക്ക് ബൈൻഡിങ്ങിൽ എനിക്ക് വയറ് കുറയുക എന്നതിനേക്കാളും കൂടുതൽ ഇത് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു ബാക്ക് സപ്പോർട്ടിനാണ്. കാരണം നമ്മളപ്പോൾ ഇരുന്നിട്ടൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ബാക്ക് പെയിനും നടുവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സ്പൈനിനൊക്കെ നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു സ്റ്റമക്ക് ബൈൻഡേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വയറ് കെട്ടി വയ്ക്കുന്നതൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വയറ് കുറയുന്നതിനേക്കാളും കൂടുതലായിട്ട് സപ്പോർട്ടിനാണ് എനിക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. 21 ദിവസത്തെ ഹോം സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നത് പാലാഴി ആയുർവേദ സെൻറ്ററിലാണ്. തൃക്കാക്കരയുള്ള ബ്രാഞ്ചിലാണ് കേട്ടോ ഞാൻ പോയത്. അപ്പോൾ ഹോം സർവീസിൽ തന്നെ എനിക്ക് കിഴിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്കിഴി, ഞവരക്കിഴി, നാരങ്ങാക്കിഴി, ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിഴി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബോഡിയിൽ നീരൊക്കെ പോയി നല്ലൊരു ഫീലിംഗ് ആണ് കിഴി മസാജൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ അതിലുള്ള ഞവരക്കിഴിയൊക്കെ ബോഡി പോളിഷിങ്ങിനൊക്കെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ കിഴിയൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പാലാഴിയിലെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് പ്രൊമോഷന് വേണ്ടി കിട്ടിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴാണ് എനിക്ക് വേറെ 2 പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഒന്ന് സ്റ്റീം ബാത്തും പിന്നെ ശിരോധാരയും. അപ്പോൾ ബാക്കിയുള്ള സർവീസസ് ഒക്കെ ഏകദേശം സിമിലർ ആയിരുന്നു. ഹെഡ് മസാജ്, ഹെയർ ഓയിലിംഗ്, ബോഡി മസാജ്, ബോഡി പാക്ക്, അതൊക്കെ സെയിം ആയിരുന്നു. എക്സെപ്റ്റ് ഒരു ദിവസം ഈ പറഞ്ഞ പോലെ കിഴി ഉണ്ടായിരുന്നു കേട്ടോ പാലാഴിയിൽ. പിന്നെ ഒരു ദിവസം സ്റ്റീം ബാത്ത് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ബോഡി പാക്ക് കിട്ടി കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ്സ് നമ്മൾ ആ ഒരു സ്റ്റീം ചേമ്പറിനകത്ത് ഇരുത്തും. അതിനൊരു 15-20 മിനിറ്റ്സ് നല്ല സ്റ്റീം ബാത്തൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വേദുകുളിയിലേക്ക് പ്രൊസീഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഒരു ദിവസം. അപ്പം അതും നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഒരു ദിവസം ശിരോധാര, അതും ഭയങ്കര കാമിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാലാഴിയിലെ എക്സ്പീരിയൻസിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് അവിടുത്തെ ഫുഡായിരുന്നു. ഭയങ്കര ന്യൂട്രിഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ് മെനു ആയിരുന്നു ഒരു അമ്മമാർക്ക് വേണ്ടി ചാർട്ട് ചെയ്തിരുന്നത്. ബൈസ്റ്റാൻഡേഴ്സിന് 4 നേരത്തെ ഫുഡും അമ്മമാർക്ക് 9 നേരത്തെ ഒരു മീൽ പ്ലാൻ ആയിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല, അടിപൊളി ഫുഡായിരുന്നു. ടേസ്റ്റിനേക്കാളും എനിക്ക് ഭയങ്കര ന്യൂട്രിഷ്യസ് ആയിട്ടാണ് ഞാൻ കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം കാലത്ത് നമ്മൾ തുടങ്ങുന്നത് മധുരമൊന്നും ഇല്ലാത്ത വെറും പാലും മുട്ട, ഒന്നെങ്കിൽ പാലും മുട്ടയും അല്ലെങ്കിൽ പാലും നേന്ത്രപ്പഴം പുഴുങ്ങിയതും തരും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സ്റ്റീംഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഒന്നെങ്കിൽ പുട്ടും കടലയും, അല്ലെങ്കിൽ ഇടിയപ്പം, അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാർ, അല്ലെങ്കിൽ അപ്പം സ്റ്റ്യൂ, അതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കുളിയുടെ ഒരു സമയമാവും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ല ചുക്ക് കാപ്പി തരും. ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ലഞ്ചിന് ഈ പറഞ്ഞ പോലെ നമുക്ക് നോൺ വെജ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാവും. കോഴി, മീൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും.
ഉണ്ടാവും, അല്ലെങ്കിൽ അത് പ്ലസ് ഒരു വെജിറ്റേറിയൻ ഐറ്റം, ഒന്നെങ്കിൽ സാമ്പാർ, മോരുകറി അങ്ങനെ എന്തെങ്കിലും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഉപ്പേരിയും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ലഞ്ചിൻ്റെ ഓപ്ഷൻസ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഒരു സംഭാരം അങ്ങനെ എന്തെങ്കിലും തരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചായയുടെ സമയം, ചായക്ക് എനിക്ക് തോന്നുന്നു പഴംപൊരി, അവൽ നനച്ചത്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂവപ്പൊടിയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു കുറുക്ക് എനിക്ക് തരാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഡിന്നറിന് കൂടുതലും ചോറ് ഒരിക്കലും സെർവ് ചെയ്തിട്ടില്ല. കൂടുതലും ഊത്തപ്പം അല്ലെങ്കിൽ ഇടിയപ്പം, ഇങ്ങനത്തെ ടിഫിൻ ഐറ്റംസ് തന്നെയാണ് ഡിന്നറിന് തന്നിട്ടുള്ളത്. അങ്ങനെ ഏറ്റവും അവസാനം ഒന്നും കൂടെ ഒരു ഗ്ലാസ് വെറും പാല്, മധുരമൊന്നും ഇല്ലാത്ത വെറും പാല്. അങ്ങനെ 9 നേരത്തെ മീൽ പ്ലാനാണ്. അപ്പോൾ ഇതിൽ ബൈസ്റ്റാൻഡേഴ്സിന് 3 നേരം, അതായത് കാലത്ത്, ഉച്ചയ്ക്ക്, വൈകുന്നേരത്തെ ഭക്ഷണം പ്ലസ് ചായ, കടി, അങ്ങനെ 4 നേരത്തെ മീൽ പ്ലാനാണ് ബൈസ്റ്റാൻഡറിന് കൊടുത്തിരുന്നത്. അപ്പോൾ ഫുഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല, നല്ല എന്താ പറയുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു, ഭയങ്കര എന്താ പറയുക, പൊളൈറ്റ് ആയിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും നല്ല പോലെ കെയർ ചെയ്തു കേട്ടോ എന്നെ. അവിടെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്, ബാത്റൂമിൽ വരുന്ന വെള്ളം ക്ലോറിനേറ്റഡ് ആയിരുന്നു, ക്ലോറിൻ വാട്ടർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലോറിൻ്റെ നല്ല മണമുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് അതൊരു ഇൻകൺവീനിയൻസ് ആയിരുന്നു. ചിലവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല. ഒരു ക്ലോറിൻ്റെ വെള്ളം മാത്രം എനിക്കൊരു മൈനർ ഇൻകൺവീനിയൻസ് ആയിട്ട് തോന്നി. അല്ലാതെ ട്രീറ്റ്മെൻറ്റ് വൈസ്, സ്റ്റാഫ്, അതുപോലെ റൂമിൻ്റെ സൗകര്യം, നീറ്റ്നെസ്, ലോണ്ട്രി സർവീസ്, അങ്ങനെ എല്ലാം, ഫുഡ്, എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു പാലാഴിയുടെ കാര്യത്തിൽ. അങ്ങനെ ആ ഒരു 7 ദിവസം പാലാഴിയിലാണ് ചിലവാക്കിയത്. അങ്ങനെ ടോട്ടലി 28 ഡേയ്സിൻ്റെ ഒരു പ്രസവരക്ഷാ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടെങ്കിലും ഐ യൂസ് ടു ഓൾവേസ് ലുക്ക് ഫോർവേഡ് ടു ദാറ്റ് ടൈം ഓഫ് ദ ഡേ, ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈം. കാരണം ആ ഒരു സെൽഫ് കെയർ, സെൽഫ് പാമ്പറിങ് സെഷനൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. ഫീൽ റിയലി പാമ്പേർഡ് ആൻഡ് ഭയങ്കര ഒരു റിലാക്സ്ഡ്, റിജുവിനേറ്റഡ് ഫീലാണ്. ഒരു ഒത്തൻറ്റിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ, ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ നല്ലൊരു ഫീൽ ആയിരുന്നു എൻ്റെ ഒരു 28 ദിവസത്തെ പോസ്റ്റ്നേറ്റൽ കെയർ അഥവാ പ്രസവരക്ഷ എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഇത് ഒരിക്കലും നമ്മൾ ഉടനെ തുടങ്ങേണ്ട ഒരു കാര്യമല്ല. ഓൾവേസ് വെയിറ്റ് ഫോർ യുവർ ഡോക്ടേഴ്സ് ഗ്രീൻ സിഗ്നൽ. അതിപ്പോൾ നോർമൽ ഡെലിവറി ആയാലും സി സെക്ഷൻ ആയാലും നമ്മളിത് എടുത്തു ചാടി ചെയ്തിട്ട് ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസസ് വന്നിട്ടുള്ള കഥകൾ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റീഇറ്ററേറ്റ് ചെയ്യുന്നത്, ഇത് ഉടനെ തുടങ്ങുന്നതിലല്ല കാര്യം. തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് വിടാതെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഫിസിക്കലി ആൻഡ് മെൻ്റലി റെഡി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ തുടങ്ങിയാൽ മതി. എല്ലാവരും പലതരം അഡ്വൈസസ് തരുന്ന ഒരു സമയമാണ്. സോ ഓൾവേസ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ 4 പേർക്കെങ്കിലും ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ പറ്റിയാൽ ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് തിങ്. സോ ഇതുപോലത്തെ വീഡിയോസിൻ്റെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ യു കെൻ മെൻഷൻ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ തരാം. ഹലോ, പോകുന്നതിന് മുന്നേ ഈ ഒരു ഡ്രസ്സ് എവിടെ നിന്നാണെന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ദിസ് ഇസ് ഫ്രം ഫോക്സി മമ്മ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവർ ഫീഡിങ് സിപ്പ് കസ്റ്റമൈസ് ചെയ്ത് തരും. കാരണം എല്ലാ ഡ്രസ്സസും ഓൾമോസ്റ്റ് ഈ ഒരു സെയിം മോഡൽ തന്നെയാണ്, പലതരം മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ്. സോ ചെക്ക് ഔട്ട് ദി പീസ്.